കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ച വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു അഹമ്മദാബാദ് നടന്ന വിമാനാപകടം. ആ ഒരു വാർത്ത അറിഞ്ഞിട്ട് ഞെട്ടാത്ത ആളുകൾ ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഇനി വിമാനത്തിൽ കയറാൻ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ആക്സിഡൻറ്റ് തന്നെയായിരുന്നു അത്. ആ ഒരു വിമാനത്തിലുണ്ടായിരുന്ന പല ആളുകളുടെയും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമം തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത്ഭുതകരമായിട്ട് ഒരാൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താ പറയുക, 0.0001% ആ ഒരു ചാൻസിൽ മാത്രമാണ് ആൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. അതെന്നൊരു മിറാക്കിളായിട്ട് തന്നെ നിലനിൽക്കും. അതേപോലെ തന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ട വേറൊരു സ്ത്രീ കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു അപകടത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസിൻ ദിസ് സൈഡ്. ജൂൺ 12, 2025 അഹമ്മദാബാദിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ടായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്നാണ് എയർ ഇന്ത്യ 171 എന്ന് പറയുന്ന ആ ഒരു വിമാനം പറന്നു തുടങ്ങിയത്. ഒരു 1:25 ടൈമിൽ റൺവേയിൽ നിന്നിരുന്ന ആ ഒരു വിമാനത്തിൽ 169 ഇന്ത്യൻ പൗരന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 53 ബ്രിട്ടീഷ് പൗരന്മാരും 7 പോർച്ചുഗീസ് പൗരന്മാരും പിന്നെ ഒരു കനേഡിയൻ പൗരനുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ഫ്ലൈറ്റ് പറത്താനായിട്ട് 2 പൈലറ്റുമാരും പിന്നെ ഒരു 10 ക്രൂ മെമ്പേഴ്സും അടങ്ങുന്ന 242 പേരായിരുന്നു ടോട്ടൽ ആ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത്. ലണ്ടനിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഓരോരുത്തരും പല സ്വപ്നങ്ങളോടും അതുപോലെ തന്നെ പല ഓർമ്മകളോടും കൂടിയിട്ടായിരിക്കും ആ ഒരു ഫ്ലൈറ്റിലോട്ട് കയറിയിട്ടുണ്ടാവുക. ഈ ഒരു വിമാനത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബോയിങ് എന്ന് പറയുന്ന വിമാന നിർമ്മാണ കമ്പനി നിർമ്മിച്ച ബോയിങ് 787 ഡ്രീം ലൈൻ എന്ന് പറയുന്ന ഒരു വിമാനമായിരുന്നു അപകടത്തിൽ പെട്ടത്. 1:38 ആ ഒരു വിമാനം ഇങ്ങനെ റൺവേയിലൂടെ പറന്ന് പൊങ്ങുകയായിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ, അതായത് അറൗണ്ട് ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ ATC എയർ ട്രാഫിക് കൺട്രോളിലോട്ട് മെയ്ഡേ സന്ദേശം എത്തിയെന്നാണ് പറയുന്നത്. മെയ്ഡേ മെയ്ഡേ മെയ്ഡേ, നോ ത്രസ്റ്റ്, ലൂസിങ് പവർ, അണേബിൾ ടു ലിഫ്റ്റ്. ഇതായിരുന്നു പൈലറ്റിന്റെ അവസാന വാക്കുകൾ. അതിനുശേഷം ഈ ഒരു എയർ ട്രാഫിക് കൺട്രോളുകാരെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ടും കോൺടാക്ട് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. കംപ്ലീറ്റ് സംഭവങ്ങൾ കട്ടായി പോവുകയായിരുന്നു. പിന്നെ ഈ ഒരു മെയ്ഡേ കോഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം അപകട സാധ്യതയുള്ള സമയങ്ങളിലാണ് ആ ഒരു കോഡ് യൂസ് ചെയ്യുക. അവർക്ക് ഉടനെ തന്നെ ഹെൽപ്പ് വേണം. ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ആകാൻ പോകുന്നു, പൈലറ്റിനാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പാസഞ്ചേഴ്സിൻ്റെ ലൈഫിന് അപകടം വരുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കോളുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മെയ്ഡേ സന്ദേശത്തിന് ശേഷം ഈ ഒരു ATCയിൽ നിന്നും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു അപകടം സംഭവിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ പറന്നൊരു 625 അടി മുകളിലെത്തിയതിന് ശേഷം ആ ഒരു ഫ്ലൈറ്റ് താഴോട്ട് നിലംപതിക്കുകയായിരുന്നു. അതായത് ടേക്ക് ഓഫ് ആയതിനു ശേഷം ഏകദേശം ഒരു 50-60 സെക്കൻഡിനകം തന്നെ ആ ഒരു ഫ്ലൈറ്റ് നിലംപതിച്ചിട്ടുണ്ടായിരുന്നു. BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ മുകളിലോട്ടായിരുന്നു ആ ഒരു ഫ്ലൈറ്റ് പൊളിഞ്ഞു വീണത്. അപ്പോൾ ആ ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1:39 ടൈമിൽ ഒരുപാട് കുട്ടികളും മറ്റുമൊക്കെ ഫുഡ് കഴിക്കുന്നതിനും മറ്റും ഒരു ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാടധികം കാഷ്വാലിറ്റീസ് അവിടെ ഉണ്ടാവുകയാണ്. ഒരു ജനവാസ മേഖലയുടെ മുകളിലായിരുന്നു ഈ ഒരു ഫ്ലൈറ്റ് തകർന്നു വീണത്. ആ ഒരു ഫ്ലൈറ്റിൽ 242 പേരുണ്ടായിരുന്നതിൽ 241 പേരും മരിക്കുകയാണ്. പിന്നെ ഈ ഒരു വിമാനത്തിൻ്റെത് ഒരു ലോങ് ട്രിപ്പാണല്ലോ, അഹമ്മദാബാദിൽ നിന്ന് UK പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ, അതായത് ഏകദേശം 1,25,000 ലിറ്റർ ഫ്യൂവൽ അതിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഫ്യൂവൽ കൂടെ ഒരുമിച്ച് കത്തുമ്പോൾ അത് അത്ര വലിയൊരു എന്താ പറയുക, ഒരു പൊട്ടിത്തെറി ആയിരുന്നിട്ടുണ്ടാകാം. എന്നാൽ ഈ ഒരു അപകടത്തിൽ നിന്ന് ഒരാൾ വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ്. 40 വയസ്സുള്ള രമേശ് വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ഒരാളായിരുന്നു അത്. അപ്പോൾ ആളെങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് ആൾക്ക് തന്നെ അറിയാത്തൊരു അവസ്ഥയായിരുന്നു അത്. അതായത് ജസ്റ്റ് ആൾ നിലത്ത് വന്ന് വീണു, അതിനുശേഷം ആൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആൾ ചിലപ്പോൾ കണ്ട കാഴ്ച ഫുള്ള് തീ ഇങ്ങനെ കത്തി ഉയരുന്നതായിരിക്കും. അതേപോലെ തന്നെ ആളവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ആളെ എന്താ പറയുക, അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ആൾക്ക് തന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പ്രോസസ്സ് ആകാനുള്ള ടൈം പോലും കിട്ടിയിട്ടുണ്ടാകില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സീറ്റ് നമ്പർ 11A എന്ന് പറയുന്ന ഒരു സീറ്റായിരുന്നു. അപ്പോൾ എക്സിറ്റിൻ്റെ അടുത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആദ്യം വന്നിരുന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾ കറക്റ്റ് ആ ഒരു ടൈമിൽ ഈ ഒരു എമർജൻസി എക്സിറ്റ് തുറന്ന് ചാടി എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തെറിച്ചു പോയതാണെന്നുള്ളൊരു തരത്തിലാണ്. പിന്നെ ആൾ വന്ന് വീണത് അതേപോലെ തന്നെ ഒരു മണ്ണും കാര്യങ്ങളും കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണെന്നാണ് പറയുന്നത്. അതായത് എന്തായാലും ഒരു 4 നില 5 നില അത്രയും ഹൈറ്റിൽ നിന്നായിരിക്കുമല്ലോ ആള് നിലത്തോട്ട് വീണിട്ടുണ്ടാവുക. ആ ഒരു ടൈമിൽ കറക്റ്റ് ആ ഒരു സ്ഥലത്ത് വന്ന് വീണത് കൊണ്ടാണ് ആൾ രക്ഷപ്പെട്ടതായിട്ട് പറയുന്നത്. അതായത് അത്രയും റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് ഇൻസിഡൻ്റ് ആയിട്ടാണ് ഇതിനെ ആളുകൾ നോക്കി കാണുന്നത്.
അതായത് ആള് തെറിച്ച് പോയതും അതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ചതിനും ഇടയിലുള്ള ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, ചിലപ്പോൾ അതൊരു 1 സെക്കൻഡോ 2 സെക്കൻഡോ ഒക്കെ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ആള് വീണ് കഴിഞ്ഞ ആൾ കാണുന്നത് ഈ പൊട്ടിത്തെറിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വളരെ വേദനാജനകമായിട്ടുള്ള മറ്റൊരു കാര്യം, ആളുടെ ബ്രദറും ആ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദറിനെയും കാണാനില്ല എന്നൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആളുടെ ബ്രദർ മാത്രമല്ല, ആ ഒരു ഫ്ലൈറ്റിലുണ്ടായിരുന്ന എത്ര ആളുകളല്ലേ, എത്ര ഫാമിലികളല്ലേ. അപ്പോൾ അതേപോലെ തന്നെ വേറെ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീ അത്ഭുതകരമായിട്ട് ഒരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്റ്റോറിയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായത്. അഹമ്മദാബാദിലുള്ള ഭൂമി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ നിന്ന് രാവിലെ ഇതേപോലെ ഇറങ്ങിയതാണ് എയർപോർട്ടിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് അവർ നേരം വൈകിയായിരുന്നു ഈ ഒരു എയർപോർട്ടിലോട്ട് എത്തിയത്. ഒരു 10 മിനിറ്റ് വൈകി. അതുകൊണ്ട് അവർക്ക് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവർ ഉദ്യോഗസ്ഥരുടെ കാല് പിടിച്ച് നോക്കി ഒന്ന് കയറാനായിട്ട്, എന്നാൽ അവർ സമ്മതിച്ചില്ല. ഓൾറെഡി ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയക്കുകയായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൽ പോകാൻ പറ്റാത്തതിലത്തെ ഒരു വിഷമത്തിലാണ്, അതായത് ഫ്ലൈറ്റ് പോയല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് അവർ തിരിച്ച് വീട്ടിലോട്ട് എത്തിയത്. എന്നാൽ ഈ ഒരു വാർത്ത അറിഞ്ഞ അവർ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവാണ്. താൻ പോകേണ്ടിയിരുന്ന ഒരു വിമാനമാണല്ലോ പൊട്ടിത്തെറിച്ചത്. അതുപോലെ തന്നെ താൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളാണ് തന്നെ രക്ഷിച്ചതെന്നുള്ളൊരു തരത്തിലായിരുന്നു അവർ മീഡിയയുടെ അടുത്ത് പ്രതികരിച്ചത്. പിന്നെ ആ ഒരു ഫ്ലൈറ്റ് BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ മുകളിൽ തകർന്ന് വീണ ആ ഒരു സമയം ഒരുപാടധികം സ്റ്റുഡൻസ് ആ ഒരു ഹോസ്റ്റലിലുള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാടധികം കാഷ്വാലിറ്റീസും മരണങ്ങളും ഉണ്ടാവുകയാണ്. ഏകദേശം 290ഓളം ആളുകൾ ടോട്ടലായിട്ട് മരിച്ചതായിട്ടാണ് പറയുന്നത്. എന്നാലും എന്താ പറയുക, കൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലും മേ ബി ചിലപ്പോൾ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾക്ക് പരിക്ക് പറ്റിയതായിട്ടും പറയുന്നുണ്ട്. പിന്നെ വേറൊരു വിദ്യാർത്ഥിയുടെ ഒരു വാർത്ത വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അപകടം നടക്കുന്ന ആ ഒരു ടൈമിൽ ഇൻസ്റ്റൻ്റായിട്ട് ആ വിദ്യാർത്ഥി ആ ഒരു എന്താ പറയുക കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന്, അതായത് 2 നിലയുടെ മുകളിൽ നിന്ന് എന്തോ എടുത്ത് ചാടി എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു വിദ്യാർത്ഥി രക്ഷപ്പെട്ടതായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കേരളത്തിൽ നിന്നുള്ളൊരു നഴ്സായിട്ടുള്ള രഞ്ജിത എന്ന് പറയുന്ന സ്ത്രീയും ആ ഒരു വിമാനാപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ വേദനാജനകമായിട്ടുള്ളൊരു സെൽഫി വലിയ രീതിയിൽ ഇൻ്റർനെറ്റിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി ഫോട്ടോ ആയിരുന്നു അത്. ഒരു ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ 3 കുട്ടികളും ഉള്ള ഒരു ഫോട്ടോ. അപ്പോൾ രാജസ്ഥാൻകാരനായിട്ടുള്ള പ്രതീകിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെയും ഫോട്ടോ ആണത്. അപ്പോൾ അദ്ദേഹം ഏകദേശം ഒരു 9 വർഷമായിട്ട് UK എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ഡോക്ടറായിരുന്നു. അപ്പോൾ ഡോക്ടറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വൈഫ് എടുത്ത് ജോബും കാര്യങ്ങളൊക്കെ രാജിവെച്ച് അവരെല്ലാവരും ലണ്ടനിൽ പുതിയൊരു ജീവിതം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയായിരുന്നു. അതായത് അവരുടെ 3 മക്കളും ഉണ്ടായിരുന്നു, അവർ 2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഉള്ള ആ ഒരു ഫാമിലി ഫോട്ടോ, അത് അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് ആ ഒരു ഫ്ലൈറ്റിൽ വെച്ചെടുത്ത ആ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിട്ടുള്ളത്. പിന്നെ ഈ ഒരു അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന മറ്റൊരു പ്രമുഖ വ്യക്തി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മുൻ ഗുജറാത്തിലത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള വിജയ് രൂപാണി ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിലുള്ള വേറെ ഒരു കോയിൻസിഡൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1206 എന്നുള്ളൊരു നമ്പറായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ലക്കി നമ്പറായിട്ട് അദ്ദേഹം കണക്കാക്കിയിരുന്ന ഒരു നമ്പറായിരുന്നു അത്. ആളുടെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ 1206 എന്നുള്ളതാണ്. ഇതിപ്പോൾ 6ാമത്തെ മാസം, അതായത് ജൂൺ മാസം 12-ാം തീയതി തന്നെ അദ്ദേഹത്തിൻ്റെ മരണവും സംഭവിച്ചു എന്നുള്ളതും ആളുകൾ കോയിൻസിഡൻസ് ആയിട്ട് ഇതിനിടയിൽ ഒരുപാടധികം പോസ്റ്റുകളിലും മറ്റുമൊക്കെ വന്നിട്ടുള്ളൊരു കാര്യമാണ്. അപകടം നടന്ന ഉടനെ തന്നെ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ റെസ്ക്യൂ ടീം ആ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ട് രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടോ. എന്നാലും മൃതദേഹങ്ങളുടെ ഒക്കെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അതായത് തിരിച്ചറിയാനാവാത്ത ഒരു സിറ്റുവേഷനിലാണ് മൃതദേഹങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ DNA ടെസ്റ്റിലൂടെ മാത്രമേ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതായിട്ട് പറയപ്പെടുന്നത്. പിന്നെ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ടാറ്റ 2-3 പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. ഈ ഒരു അപകടത്തിൽ മരിച്ച എല്ലാവർക്കും 1 കോടി രൂപ വീതം കൊടുക്കുമെന്നും, അതുപോലെ തന്നെ ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റ എല്ലാവരുടെയും ചികിത്സകളും കാര്യങ്ങളൊക്കെ ടാറ്റ വഹിക്കുമെന്നും, അതുപോലെ ആ ഒരു BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ തകർന്നല്ലോ, അത് കംപ്ലീറ്റ് ടാറ്റ തന്നെ റീകൺസ്ട്രക്റ്റ് ചെയ്തു കൊടുക്കുമെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടാവുക? എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് ഇപ്പോൾ സാധിക്കില്ല. കാരണം ബ്ലാക്ക് ബോക്സും കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ എടുക്കണം. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ ഈ ഒരു അപകടം എങ്ങനെ കൃത്യമായിട്ട് നടന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ഇതിങ്ങനെ ആയിരിക്കാം നടന്നത് എന്നുള്ള തരത്തിൽ പല കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ തകർന്ന വിമാനമായിട്ടുള്ള ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന് പറയുന്ന ആ ഒരു വിമാനം പറന്ന് ഏകദേശം ഒരു 1 മിനിറ്റിനുള്ളിൽ തന്നെ അപകടം ഉണ്ടാവുകയാണ്. അത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു അപകടമാണ്.
ഈ ഒരു വിമാനം മുൻപ് പറത്തിയ പൈലറ്റ് ആയിരുന്ന അരുൾമണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഫെയിലിയർ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അദ്ദേഹമാണ് 2014 ആ ഒരു വിമാനം ഇന്ത്യയിലോട്ട് എത്തിച്ചത് കേട്ടോ. അതായത് ഒരു 13,500 കിലോമീറ്റർ പറക്കേണ്ട വിമാനമാണ് 3 കിലോമീറ്റർ പറന്നപ്പോഴത്തേനും ക്രാഷ് ആയിട്ടുള്ളത്. അതേപോലെ അറ്റ്മോസ്ഫിയറിൻ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെതറൊക്കെ നല്ല ഓക്കെ ആയിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, പ്രകൃതിയുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്തൊരു സംശയം വരുന്നത്, ഈ ഒരു വിമാനത്തിന് 2 എഞ്ചിൻ ഉണ്ടല്ലോ, അപ്പോൾ ഒരെണ്ണം ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ലാൻഡ് ചെയ്യിപ്പിച്ചുകൂടായിരുന്നു എന്നുള്ളതായിരിക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നല്ല ത്രസ്റ്റ് വേണം. അപ്പോൾ 2 എഞ്ചിനും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ത്രസ്റ്റ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു എഞ്ചിൻ ഫെയിലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഫെയിലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മെയ്ഡേ കോളിലും ത്രസ്റ്റ് ഇല്ല, ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നല്ലോ സന്ദേശം ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഫ്ലൈറ്റ് പറത്തിയിരുന്ന പൈലറ്റുമാരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള അതേപോലെ തന്നെ ഫ്ലൈയിങ് അവേഴ്സ് ഉള്ള ആളുകളായിരുന്നു ആ ഒരു ഫ്ലൈറ്റ് പറത്തിയിരുന്നത്. അപ്പോൾ പിന്നെ പൈലറ്റുമാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുൻപ് തന്നെ ഈ ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ടേക്ക് ഓഫ് ആയി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒരു അപകടം നടന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോയിങ് വിമാന കമ്പനിക്കെതിരെ അവരുടെ തന്നെ മുൻ എഞ്ചിനീയർമാരിലെ ചില ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സേഫ്റ്റി കൺസേൺസ് വളരെ കുറവാണെന്നുള്ള പല ആരോപണങ്ങളും ഈ ഒരു കമ്പനിക്ക് നേരെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ബോയിങ് 787 എന്ന് പറഞ്ഞ മോഡലിനും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. അതായത് സ്റ്റാർട്ടിങ്ങിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, എന്നാൽ അത്യാവശ്യം ഫ്ലൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അത്യാവശ്യം ട്രിപ്പുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് പറയുന്നത്. സാം എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിനീയർ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരത് വലിയ കാര്യമാക്കിയില്ല, അത് തള്ളിക്കളയുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അപകടത്തിൽ പെടുന്ന ഒരുപാടധികം ഫ്ലൈറ്റുകളും ഈ ഒരു ബോയിങ് എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ചിട്ടുള്ള ഫ്ലൈറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാടധികം പ്രശ്നങ്ങളും കമ്പനി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അപകടത്തിൽപ്പെട്ട ഒരു പർട്ടിക്കുലർ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫ്ലൈറ്റിൻ്റെ തൊട്ട് മുന്നത്തെ ട്രിപ്പ് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലോട്ടായിരുന്നു. ആ സമയത്ത് ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്ന ഒരാൾ കുറച്ച് ട്വീറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് AC വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല വിമാനത്തിൽ. അതുപോലെ തന്നെ അവിടെ വയറൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ പറയാനായിട്ട് ക്യാബിൻ ക്രൂവിനെ വിളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സ്വിച്ചും വർക്ക് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്ക്രീൻ ഉണ്ടല്ലോ, ആ സ്ക്രീനും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ അദ്ദേഹം ട്വീറ്റ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഇപ്പോഴും 100% മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന് ബ്ലാക്ക് ബോക്സ് ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടക്കണം. അതിനുശേഷം റിപ്പോർട്ട്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വിമാനാപകടത്തിൽ മരിച്ച എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പേരിലും എൻ്റെ പേരിലും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റ ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു ഇൻസിഡൻറ്റ് എല്ലാവർക്കും തന്നെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിരുന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റിയൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.